ഹായ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഇത്രയും ടേസ്റ്റിൽ ഒരു കടച്ചക്ക തോരൻ അല്ലെങ്കിൽ ഒരു ചീമച്ചക്ക തോരൻ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായി. പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില കൂടെ ഇടാം. കൂടെ ഒരു വറ്റൽമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം, എല്ലായിടത്തും ഒന്നാകത്തക്ക രീതിയിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് മിക്സാക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ മതി, ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വെക്കാം. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചക്ക വെന്ത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പിടുന്നത് വിട്ടുപോയി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണേ. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ ചീമച്ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്